കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യും. മഴക്കെടുതി നേരിടാൻ പത്തനംതിട്ടയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ആറന്മുളയിൽ പറഞ്ഞു. അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200-ന് മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉണ്ടാകാൻ നോക്കും. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും.